വാർദ്ധക്യം ശാപമല്ല, അനുഗ്രഹമാണ്. വാർദ്ധക്യമുള്ളവർ ഭവനത്തിലുണ്ടെങ്കിൽ പിൻതലമുറ പലതും പഠിക്കും. അവര് പലതും മനസ്സിലാക്കുവാനും ശീലിക്കുവാനും ഇടയാകും. അതുകൊണ്ട് വാർദ്ധക്യമുള്ളവർ എങ്ങനെ വസിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുന്നു. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധവും ഉള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരും ആയിരിക്കണം എന്നും, വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണം എന്നും ദൈവവചനം പറയുന്നു. ദുഷിക്കപ്പെടാതെ ഇരിക്കേണ്ടതിന് യൗവനക്കാരുത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയന്മാരും സുബോധവും പാതിവൃത്യവുമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവർ ആയിരിക്കണം എന്നും പ്രബോധിപ്പിക്കുക. തീത്തോസ് 2:2 മുതൽ 5 വരെ വേദഭാഗങ്ങൾ നാം വായിക്കുന്നു. ഇവിടെ വൃദ്ധന്മാർ എങ്ങനെ നടക്കണമെന്നും അവർ എങ്ങനെ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായി തീരുന്നു എന്നും വ്യക്തമായി പ്രതിപാദിക്കുന്നു. വൃദ്ധന്മാർ മക്കൾക്കും മക്കളുടെ മക്കൾക്കും കിരീടം തന്നെ. ഇംഗ്ലണ്ടിൽ റോബർട്ട് കോൾഗേറ്റിനും സാറയ്ക്കും 1783 ജനിച്ച മകനാണ് വില്യം കോൾഗേറ്റ്. കുടുംബം കടഭാരത്താൽ ആടി ഉലഞ്ഞപ്പോൾ ബാലനായ വില്യം ജീവിതമാർഗം തേടി ന്യൂയോർക്കിലേക്ക് യാത്രയായി. വഴിയിൽ വച്ച് വില്യം വൃദ്ധനായ ഒരു ക്യാപ്റ്റനെ പരിചയപ്പെട്ടു. വില്യം തന്റെ സങ്കടങ്ങൾ ദൈവഭക്തനായ ആ വൃദ്ധനുമായി പങ്കുവച്ചു. ആ വൃദ്ധൻ മുട്ടുകുത്തി അവന് വേണ്ടി പ്രാർത്ഥിച്ചു പറഞ്ഞു, ന്യൂയോർക്കിൽ ഒരാൾ സോപ്പ് ഉണ്ടാക്കുന്ന ബിസിനസ്സിൽ പ്രസിദ്ധനാകാൻ പോകുന്നു. ഒരുപക്ഷെ അത് നീയാകാം, അല്ലെങ്കിൽ മറ്റൊരാളാകാം. പക്ഷേ മകനെ, നീ ഞാൻ പറയുന്ന 4 കാര്യങ്ങൾ നീ അനുസരിക്കണം. 1, നീ ഒരു നല്ല മനുഷ്യനാകണം. 2, നിന്റെ ഹൃദയം യേശുവിന് നൽകണം. 3, സോപ്പ് ഉണ്ടാക്കുമ്പോൾ തികഞ്ഞ സത്യസന്ധത പാലിക്കണം. 4, നിന്റെ വരുമാനത്തിന്റെ ഒരു ഓഹരി നിന്റെ ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. ഇതെല്ലാം അനുവർത്തിച്ചാൽ ന്യൂയോർക്കിൽ വിശ്രുതനാകാൻ പോകുന്ന ആ വ്യക്തി നീ തന്നെയായിരിക്കും. ആ വൃദ്ധന്റെ ഉപദേശങ്ങൾ അവൻ മനസ്സിൽ കുറിച്ചിട്ടു. സോപ്പുണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ അപ്രന്റീസായി കയറി. തൊഴിലുടമയുടെ ദുർഭരണം കമ്പനിയെ പരാജയത്തിൽ എത്തിച്ചു. അതിൽ നിന്നും നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ട് വില്യം പുതിയൊരു കമ്പനി തുടങ്ങി. ആ വൃദ്ധന്റെ ഉപദേശങ്ങൾ മനസ്സിൽ എപ്പോഴും തങ്ങി നിന്നു. അതിനനുസരിച്ച് പ്രവർത്തിച്ചു. എല്ലാ കാര്യങ്ങളിലും സത്യസന്ധത പുലർത്തി. വില്യമിന്റെ സോപ്പ് ജനപ്രീതി നേടി. വരുമാനം വർദ്ധിച്ചു. കിട്ടുന്ന ലാഭത്തിന്റെ 10ൽ ഒരു ഓഹരി ദൈവത്തിന് വേർതിരിച്ചു. വീണ്ടും ലാഭം വർദ്ധിച്ചു. 10ൽ ഒരു ഓഹരി ദൈവിക കാര്യങ്ങൾക്ക് മാറ്റിവെക്കുന്നത് 10ൽ 2 ഓഹരിയായി, പിന്നീട് 10ൽ 3 ഓഹരിയായി, പിന്നീട് 10ൽ 4 ഓഹരിയായി. അവസാനം കിട്ടുന്നതിന്റെ പകുതി ലാഭവും ദൈവവേലയ്ക്കായി നൽകി. വില്യം കോൾഗേറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനായി. അദ്ദേഹത്തിന്റെ മരണശേഷം മക്കൾ മനോഹരമായി ആ കമ്പനി നടത്തി. ഇന്നും ലോകപ്രസിദ്ധമായി കോൾഗേറ്റിന് അനേകം ഉപബ്രാൻഡുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. വില്യമിന്റെ ഉയർച്ചയുടെ പിന്നിൽ ആ വൃദ്ധന്റെ പ്രാർത്ഥനയും ഉപദേശവുമാണ്. നാം വീഴാതെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതും നമ്മുടെ പൂർവികന്മാർ കാണിച്ചു തന്ന പാതയിൽ കൂടി നടന്നത് കൊണ്ടല്ലേ? നമ്മുടെ വിജയങ്ങളുടെ പുറകെ അവരുടെ കണ്ണീരോടുകൂടിയ പ്രാർത്ഥനയില്ലേ? വൃദ്ധരായ മാതാപിതാക്കളുടെ കണ്ണുനീരിന് ശക്തിയുണ്ട്.
അവരുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചാൽ മക്കളുടെ ബലം ക്ഷയിക്കുകയും അവരുടെ കണ്ണീരോടെയുള്ള പ്രാർത്ഥന മക്കൾക്ക് ബലം നൽകുകയും ചെയ്യുന്നു. അതിനാൽ അവർ വാർദ്ധക്യത്തിലെത്തുമ്പോൾ, ബലം ക്ഷയിക്കുമ്പോൾ അവരെ കൈവിടരുത്. അവരെ ചേർത്ത് പിടിച്ചാൽ അത് കുടുംബത്തിൽ അനുഗ്രഹങ്ങളും ഐശ്വര്യവും കൊണ്ടുവരും. കൊച്ചുമക്കളെ അവർ പലതും ശീലിപ്പിക്കും. അവർ അവരെ നന്മ ഉപദേശിക്കും. കൊച്ചുമക്കൾ അവരിൽ നിന്നും വലിയ പാഠങ്ങൾ പഠിക്കും. അതിനാൽ വൃദ്ധന്മാർ ഭവനത്തിന് ശാപമല്ല, അനുഗ്രഹം തന്നെയാണ്. മകനെ, നിന്റെ അപ്പന്റെ കൽപ്പന പ്രമാണിക്ക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. അതെല്ലായ്പ്പോഴും നിന്റെ ഹൃദയത്തോട് ബന്ധിച്ചു കൊള്ളുക, നിന്റെ കഴുത്തിൽ അത് കെട്ടിക്കൊള്ളുക. നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും. നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും. നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും എന്ന് സദൃശവാക്യങ്ങൾ 6:20 മുതൽ 22 വരെ നാം വായിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.